പദ്ധതിയിട്ട മോഷണം വിജയകരമായി നടത്താനായി ആൾക്കാരെ പരിക്കേൽപ്പിക്കാനും കൊല്ലാനും വരെ മടിക്കാത്തവരാണ് കുർവാ സംഘത്തിലെ അംഗങ്ങൾ. അത് തന്നെയാണ് അവരെ അപകടകാരികളാക്കുന്നതും. 2-3 പേരുടെ സംഘമാവും മോഷണത്തിനിറങ്ങുന്നത്. കയ്യിൽ ഇരുമ്പ് ദണ്ടുകൾ ഉണ്ടാവും. പുറകിലത്തെ വാതിൽ തുറന്നാണ് ഇവർ സാധാരണ വീടുകളിൽ പ്രവേശിക്കുക. അടിവസ്ത്രം മാത്രം ധരിച്ച് ദേഹം മുഴുവനും കരിയും എണ്ണയും പുരട്ടിയാവും ഇവർ അകത്തു കിടക്കുക. പിടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ വഴുതിയോടാനിത് സഹായകരമാവും. തമിഴ്നാട്ടിൽ മോഷണം കുലത്തൊഴിലായി കാണുന്ന ചില ഗ്രാമങ്ങളുണ്ട്. തിരുച്ചിറപ്പള്ളിക്ക് സമീപമുള്ള രാംജി നഗർ എന്ന തിരുട്ട് ഗ്രാമമാണ് അതിൽ ഏറ്റവും കുപ്രസിദ്ധം. ഇവിടെ നിന്നും മറ്റു തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്നുമുള്ള മോഷ്ടാക്കൾ സംഘമായി അയൽ സംസ്ഥാനങ്ങളിൽ മോഷണത്തിനിറങ്ങാറുണ്ട്. ഇവരാണ് പിന്നീട് കുർവാ സംഘങ്ങളെന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. തമിഴ്നാട് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ക്യൂ ബ്രാഞ്ചാണ് സംഘത്തെ ആദ്യമായി കുർവാ സംഘം എന്ന് വിളിക്കുന്നത്. ആയുധധാരികളായ മോഷ്ടാക്കൾ എന്ന അർത്ഥത്തിലായിരുന്നു ആ പ്രയോഗം. ബോഡി നായ്ക്കന്നൂർ, കോയമ്പത്തൂർ, തഞ്ചാവൂർ, മധുര എന്നിവിടങ്ങളിലെ ചില ഗ്രാമങ്ങളിലുള്ളവരും ഇപ്പോൾ കുർവാ സംഘങ്ങളിൽ സജീവമാണ്. എല്ലായിടത്തും ഈ സംഘം മോഷണത്തിന് ഉപയോഗിക്കുന്നത് ഒരേ തന്ത്രങ്ങളാണ്. പദ്ധതിയിട്ട മോഷണം വിജയകരമായി നടത്താനായി ആൾക്കാരെ പരിക്കേൽപ്പിക്കാനും കൊല്ലാനും വരെ മടിക്കാത്തവരാണ് കുർവാ സംഘത്തിലെ അംഗങ്ങൾ. അത് തന്നെയാണ് അവരെ അപകടകാരികളാക്കുന്നതും. മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്ത് നേരത്തെ തന്നെ എത്തി ചെറിയ തൊഴിലുകളിൽ ഏർപ്പെടും. സാവധാനം പരിസരവും വീടുകളും നിരീക്ഷിച്ച് കയറേണ്ട വീടുകൾ ഏതൊക്കെയെന്ന് തീരുമാനിക്കും. 2-3 പേരുടെ സംഘമാവും മോഷണത്തിനിറങ്ങുന്നത്. കയ്യിൽ ഇരുമ്പ് ദണ്ടുകൾ ഉണ്ടാവും. പുറകിലത്തെ വാതിൽ തുറന്നാണ് ഇവർ സാധാരണ വീടുകളിൽ പ്രവേശിക്കുക. അടിവസ്ത്രം മാത്രം ധരിച്ച് ദേഹം മുഴുവനും കരിയും എണ്ണയും പുരട്ടിയാവും ഇവർ അകത്തു കിടക്കുക. പിടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ വഴുതിയോടാനിത് സഹായകരമാവും. മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന വീടിന് സമീപം ശ്രദ്ധ തിരിക്കാനായി മറ്റെന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ സൃഷ്ടിക്കുന്നതും ഇവരുടെ പതിവാണ്. വീടിനു മുന്നിൽ കുട്ടികൾ കരയുന്ന ശബ്ദമോ വാഹനാപകടം നടന്നതുപോലുള്ള ഒച്ചയോ ഉണ്ടാക്കി വീട്ടുകാരുടെ ശ്രദ്ധ തിരിച്ച ശേഷമാകും പലപ്പോഴും ഇവർ വീട്ടിൽ കയറുന്നത്. മോഷണം കഴിഞ്ഞാൽ കിട്ടുന്ന സ്വർണവും പണവും സംഘത്തലവൻ സൂക്ഷിക്കും. ഇടയ്ക്ക് പോലീസ് പിടിക്കുന്ന ഘട്ടം വന്നാൽ തലവനെ രക്ഷപ്പെടുത്തി മറ്റുള്ളവർ പിടികൊടുക്കും. അങ്ങനെ സംഭവിച്ചാലും മോഷണ മുതലിന്റെ വിഹിതം തലവൻ കൃത്യമായി ഗ്രാമത്തിലെ ഇവരുടെ വീടുകളിൽ എത്തിക്കും. കൗമാരക്കാർ മുതൽ 60 കഴിഞ്ഞവർ വരെ സംഘത്തിൽ അംഗങ്ങളായുണ്ട്. പിടിക്കപ്പെടുന്നവരും ശിക്ഷിക്കപ്പെടുന്നവരുമൊക്കെ പുറത്തിറങ്ങിയാൽ വീണ്ടും മോഷണത്തിന് ഇറങ്ങുന്നതും പതിവാണ്. മോഷണം കുലത്തൊഴിലായി കാണുന്നതിനാൽ തന്നെ ഇവർക്ക് കുറ്റബോധം തോന്നാറുമില്ല.